ഞാൻ ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ്. വലിയ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചത്, ചിക്കൻ, വെളിച്ചെണ്ണ, പച്ചമുളക്, ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത്, ഉപ്പ്, ചിക്കൻ സ്റ്റോക്ക്, മല്ലിയില, കറിവേപ്പില, മഞ്ഞൾ, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിപ്പോൾ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. ഈ ഓയിലിലേക്ക് ചുവന്നുള്ളി ഇടാം. ചുവന്നുള്ളി എന്ന് വെച്ചാൽ ചെറിയ ഉള്ളി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതുണ്ട്. ഇത് കുറച്ച് വാടി വരുമ്പോൾ ഇനി സവാള ഇടാം. സവാള ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇപ്പം കുറച്ചേ ചേർക്കുന്നുള്ളൂ, പിന്നീട് ആവശ്യത്തിന് ചേർക്കാം. സവാള കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. തക്കാളി കുറച്ച് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇടാം. ഇത് പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് പച്ചമുളക് അധികം ഒന്നും ഇടുന്നില്ല, കുരുമുളകാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. ഞാനിവിടെ 2 സ്പൂൺ ഇടുന്നുണ്ട്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇടാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് 2 സ്പൂൺ ഇടുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് കുറയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ്റെ ക്യൂബ് ഇടാം. ഈ ക്യൂബ് ഇടുന്നതുകൊണ്ട് തന്നെ ഉപ്പ് അധികം ഇടേണ്ടി വരില്ല. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കാം. മൂടി വെച്ച് ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ നമ്മൾ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ സ്വാദിഷ്ടമായ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്.